ഇന്നത്തെ വീഡിയോ പൂച്ചകൾക്ക് മാത്രമായുള്ള ഒരു ദ്വീപിനെ കുറിച്ചാണ്. നിറയെ രോമങ്ങളും ഇളം പച്ച നിറത്തിലുള്ള കണ്ണുകളുമായൊക്കെ എപ്പോഴും നമ്മെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പൂച്ചക്കുട്ടികളെ നമുക്കെല്ലാവർക്കും ഏറെ ഇഷ്ടമാണ്. എന്നാൽ മനുഷ്യരെക്കാളും അധികം പൂച്ചകൾ താമസിക്കുന്ന ഒരു ഗ്രാമമുണ്ടെന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? ജപ്പാനിലെ മിയാഗി പ്രവിശ്യയിലെ ടഷിരോജിമ ദ്വീപാണിത്. ഈ പ്രത്യേകത കാരണം പൂച്ചദ്വീപ് എന്നാണ് ഈ പ്രദേശം അറിയപ്പെടുന്നത്. ഇവിടെയാകട്ടെ 100ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുമുണ്ട്. എന്നാലും അതിലും എത്രയോ ഇരട്ടിയാണ് അവിടുത്തെ പൂച്ചകളുടെ എണ്ണം. 1800 കാലഘട്ടത്തിൽ ഈ പ്രദേശത്ത് കൂടുതലും ഉണ്ടായിരുന്നത് മീൻപിടുത്തക്കാരായിരുന്നു. അതിനാൽ തന്നെ മീൻ കഷ്ണങ്ങൾക്കായി പൂച്ചകൾ അവരുടെ ഒപ്പം കൂടി. കാലം കഴിയുന്തോറും പൂച്ചകളും മീൻപിടുത്തക്കാരും തമ്മിലുള്ള ആത്മബന്ധം ദൃഢമായിക്കൊണ്ടേയിരുന്നു. ക്രമേണ മീൻപിടുത്തക്കാർ ഈ പൂച്ചകളുടെ സ്വഭാവം നോക്കി കാലാവസ്ഥാ വ്യതിയാനം പഠിക്കാനും മീനുകളുടെ പ്രത്യേകത മനസ്സിലാക്കാനും തുടങ്ങി. പൂച്ചകൾക്ക് ആഹാരം നൽകുന്നത് സമ്പത്തും സൗഭാഗ്യവും കൊണ്ടുവരുമെന്നതായിരുന്നു അവരുടെ വിശ്വാസം. ടഷിരോജിമ ദ്വീപിലെ പുതുതലമുറയും ഈ വിശ്വാസം പിന്തുടരുന്നു. ഇവിടെ വെച്ച് മരണമടയുന്ന പൂച്ചകൾക്ക് ശവകുടീരം നിർമ്മിക്കുന്ന പതിവുമുണ്ട്. കൂടാതെ പൂച്ചകളോടുള്ള ഇഷ്ടം കാരണം ഇവിടുത്തെ 51 സ്മാരകങ്ങളും ചില കെട്ടിടങ്ങളും പൂച്ചയുടെ രൂപത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്നിവിടെ താമസിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഈ ദ്വീപിലെത്തുന്ന വിനോദസഞ്ചാരികളോട് ഈ പൂച്ചകൾ വളരെ സൗഹാർദ്ദപരമായാണ് ഇടപെടുന്നത് പോലും. എന്നാൽ ദ്വീപിലേക്ക് വരുമ്പോൾ വളർത്തു നായ്ക്കളെ ഒപ്പം കൂട്ടാമെന്ന് കരുതേണ്ട. കാരണം ഇവിടേക്ക് നായ്ക്കൾക്ക് പ്രവേശനമില്ല എന്നതു തന്നെയാണ്. പൂച്ചകളെ സ്നേഹിക്കുന്നവർക്ക് ഇന്നും ഈ ദ്വീപ് ഒരു അത്ഭുതം തന്നെയാണ്. പൂച്ച ദ്വീപിനെ കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത വീഡിയോയുമായി കാണും വരെ ഗുഡ് ബൈ.